ഹലോ, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്കുകൾ ക്രിയേറ്റിംഗ് ലോങ് ടേം ലോയാലിറ്റി റിലേഷൻഷിപ്പ്, അഡ്വാൻറ്റേജസ് ഓഫ് മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ മീനിങ്, നാച്ചർ, ടാസ്ക് എന്നീ ടോപ്പിക്കുകളാണ്. ക്രിയേറ്റിംഗ് ലോങ് ടേം ലോയാലിറ്റി റിലേഷൻഷിപ്പ്, എങ്ങനെയാണ് ഒരു ലോങ് ടേമിലേക്ക് ലോയാലിറ്റി റിലേഷൻഷിപ്പുകൾ കസ്റ്റമേഴ്സുമായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കസ്റ്റമർ ലോയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്ഥിരമായിട്ട് ഒരു കമ്പനിയുടെ പ്രൊഡക്ട്സുകളും സർവീസസുകളും തിരഞ്ഞെടുക്കുന്നതിനെയാണ് നമ്മൾ കസ്റ്റമർ ലോയാലിറ്റി എന്ന് പറയുക. ഉദാഹരണത്തിന് അഡിഡാസിൻ്റെ ഷൂ തന്നെ വാങ്ങുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അതേപോലെ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ ഷർട്ട് മാത്രം ഉപയോഗിക്കുന്നവരെ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ മാർക്കറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും കസ്റ്റമേഴ്സുമായിട്ട് ഒരു ലോങ് ലാസ്റ്റിംഗ് ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല, നിലവിലുള്ള കസ്റ്റമേഴ്സിനെ ഒരിക്കലും വിട്ടുപോവാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ പറയുന്നത് നോക്കുക. സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് വിൽ ടെൽ അതേഴ്സ് അബൌട്ട് ദ കമ്പനി. ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ ആ കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും നമ്മുടെ കമ്പനിയെക്കുറിച്ചും മറ്റുള്ളവരോട് പറയും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് അഡ്വർടൈസ്മെൻറ്റിനേക്കാളും ഫലം ചെയ്യും ഇങ്ങനെ പറയുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത്തരം ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിനെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് പരിശ്രമിക്കുക. കസ്റ്റമേഴ്സ് ഡു നോട്ട് ബൈ ജസ്റ്റ് വൺ പ്രൊഡക്റ്റ്. കസ്റ്റമേഴ്സ് ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല വാങ്ങുന്നത്, അവർ ലൈഫ് ടൈം പ്രൊഡക്ട്സുകൾ വാങ്ങിക്കൂട്ടുന്നവരാണ്. അങ്ങനെ ജീവിതകാലം മുഴുവൻ അവർ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളിൽ ഒരിക്കൽ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീടും അവർ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ട്സ് തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയും അവരുമായി ഇതിനു വേണ്ടിയിട്ട് നല്ലൊരു ലോങ് ടേം ലോയാലിറ്റി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുകയും വേണം. ഇതിനാണ് മാർക്കറ്റേഴ്സ് ബിസിനസ്സുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ലോങ് ടേം ലോയാലിറ്റി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ചില സ്ട്രാറ്റജികളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തത് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആണ്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുമ്പോൾ പതിവായിട്ട് അല്ലെങ്കിൽ വലിയ അളവിൽ വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഇങ്ങനെ വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ചില റിവാർഡുകൾ നൽകിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന് സോഷ്യൽ ആസ് വെൽ ആസ് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് എന്ന സ്ട്രാറ്റജിയാണ്. ഇവിടെ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ദ കമ്പനി എൻഹാൻസസ് ഇറ്റ്സ് സോഷ്യൽ റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സുമായിട്ടുള്ള കമ്പനിയുടെ സോഷ്യൽ റിലേഷൻഷിപ്പ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബൈ ലേണിംഗ് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് നീഡ്സ്. അവരെങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഓരോ ഇൻഡിവിജ്വൽ കസ്റ്റമറുടെയും നീഡ്സും വാൺസും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സിനെ പേഴ്സണലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കസ്റ്റമൈസിങ് ചെയ്യുന്നു. ഇങ്ങനെ കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സ് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ നൽകുന്നു. അങ്ങനെ പ്രൊഡക്ട്സും സർവീസസും നൽകിക്കൊണ്ട് അവർ ഈ ഒരു ബന്ധം നിലനിർത്തുകയാണ്. ഈ ഒരു സ്ട്രാറ്റജിയിൽ എന്തൊക്കെ ഉൾപ്പെടും? ദിസ് സ്ട്രാറ്റജി ഇൻക്ലൂഡ്സ് ഫ്രീക്വൻറ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് കസ്റ്റമേഴ്സുമായിട്ട് ഇടയ്ക്കിടെ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ പേഴ്സണൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അതായത് ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ വിഷ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ സെൻഡിങ് കാർഡ്സുകളൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അവരുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നു. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രൊഡക്ട്സുകൾ പേഴ്സണലൈസിങ് ചെയ്യുകയും കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ട്രാറ്റജിയാണ് സോഷ്യൽ ആസ് വെൽ ആസ് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഫൈനാൻഷ്യൽ, സോഷ്യൽ ആൻഡ് സ്ട്രക്ചറൽ ബെനിഫിറ്റ്സ് ആണ്. ഇവിടെ നോക്കുക, ഈ ഒരു സ്ട്രാറ്റജിയിൽ സർവീസസ് വീണ്ടും എൻഹാൻസ് ചെയ്യാണ്. കൂടുതൽ സർവീസസുകൾ കസ്റ്റമർക്ക് കൊടുക്കുകയാണ്. അതായത് കസ്റ്റമേഴ്സ് ആർ ഗിവൺ എക്സ്ട്രാസ് ടു റിവാർഡ് ദം ഫോർ ദെയർ ലോയൽറ്റി ഓർ ദേ ആർ ട്രീറ്റഡ് ഇൻ എ സ്പെഷ്യൽ വേ. അതായത് കസ്റ്റമേഴ്സിന് കൂടുതൽ എക്സ്ട്രാസ് അല്ലെങ്കിൽ റിവാർഡ്സുകളൊക്കെ നൽകിക്കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുകയാണ്. മാത്രമല്ല സ്ട്രക്ചറൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഘടനാപരമായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ കൺസ്യൂമേഴ്സിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നതിലൂടെ കമ്പനികളെ കസ്റ്റമേഴ്സുമായിട്ട് കണക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടും ഇവിടെ ഈ ഒരു സ്ട്രാറ്റജി ഉദ്ദേശിക്കുന്നത്, ഒരു ഉദാഹരണം പറയാം. അപ്പോൾ ലോജിസ്റ്റിക്സ് കമ്പനികൾ അവരുടെ ക്ലയൻസുകളെ
അവരുടെ സിസ്റ്റവുമായി ബന്ധിപ്പിക്കുന്ന എക്യുപ്മെൻറ്റ്സ് നൽകിക്കൊണ്ട് ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇങ്ങനെ ചില സ്ട്രാറ്റജികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉള്ളതാണ് ഫൈനാൻഷ്യൽ, സോഷ്യൽ ആൻഡ് സ്ട്രക്ചറൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത സ്ട്രാറ്റജിയാണ് ക്ലബ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ്. ക്ലബ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ സം കമ്പനീസ് സ്പോൺസർ ക്ലബ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് ദാറ്റ് ഓഫർ മെമ്പേഴ്സ് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ആൻഡ് അതർ ബെനിഫിറ്റ്സ്. അതായത് ചില കമ്പനികൾ ക്ലബ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കും. അതായത് ഇവിടെ ഓഫർ ചെയ്യുന്നത് എന്താണ്, അതിൽ ചില മെമ്പേഴ്സ് ഉണ്ടാവും. അതായത് കുറേ മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുകയും മെമ്പേഴ്സ് കുറച്ചധികം ആളുകൾ ഉണ്ടാവുകയും ചെയ്യും. അത്തരം മെമ്പേഴ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സുകൾ ഓഫർ ചെയ്യുന്നു. അതേപോലെ സ്പെഷ്യൽ ബെനിഫിറ്റ്സുകളും സ്പെഷ്യൽ റിവാർഡ്സുകളും നൽകുന്നു. ഇങ്ങനെയുള്ളതാണ് ക്ലബ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ റീബോക്ക് എന്ന് പറഞ്ഞ കമ്പനി ഇങ്ങനെ ചെയ്യാറുണ്ട്. So marketers must win customers by connecting with them, listening and responding to them, informing and engaging them, and maybe even energizing them in the process. അപ്പോൾ ഇവിടെ മാർക്കറ്റേഴ്സ് എന്ത് ചെയ്യണം? കസ്റ്റമേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അതേപോലെ അവരെ ലിസൺ ചെയ്യണം, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യണം, അതേപോലെ ഇൻഫോം ചെയ്യണം, അവരെ എപ്പോഴും എൻഗേജ്ഡ് ആക്കി നിലനിർത്തണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്ലബ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് അഡ്വാൻറ്റേജസ് ഓഫ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു സൊസൈറ്റി. മാർക്കറ്റിംഗ് കൊണ്ട് സൊസൈറ്റിക്ക് എന്ത് ഗുണങ്ങളാണുള്ളത് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇവിടെ നോക്കുക, സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. മറ്റൊന്ന് റേസസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്. അതായത് മാർക്കറ്റിംഗ് വ്യാപകമാവുന്നതോടുകൂടി പ്രൊഡക്ട്സുകളുടെയും സർവീസസുകളുടെയും ക്വാളിറ്റി കൂടുന്നു, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ക്വാളിറ്റി കൂടുമ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാൻ ധാരാളം ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ധാരാളം പ്രൊഡക്ട്സുകൾ അവൈലബിൾ ആവുന്നു, സർവീസസുകൾ അവൈലബിൾ ആവുന്നു. ഇത് ക്രമേണ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം ഉയർത്തുന്നതിലേക്ക് നീങ്ങുന്നു. ഇങ്ങനെ റൈസസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്നതാണ് സൊസൈറ്റിക്ക് കിട്ടുന്ന മാർക്കറ്റിംഗ് കൊണ്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജസ്. മൂന്നാമത്തത് ക്രിയേറ്റ്സ് യൂട്ടിലിറ്റീസ് എന്നതാണ്. മാർക്കറ്റിംഗ് യഥാർത്ഥത്തിൽ പ്ലേസ് യൂട്ടിലിറ്റിയും ടൈം യൂട്ടിലിറ്റിയും പൊസഷൻ യൂട്ടിലിറ്റീസും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ട്രാൻസ്പോർട്ട് ക്രിയേറ്റ്സ് പ്ലേസ് യൂട്ടിലിറ്റി. പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫിസിക്കലി ഒരു പ്രൊഡക്ട്സോ സർവീസസോ അവൈലബിൾ ആകുന്നതിനെയാണ് പ്ലേസ് യൂട്ടിലിറ്റി എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവിടെ ട്രാൻസ്പോർട്ടേഷനിലൂടെ നമുക്ക് പ്രൊഡക്ട്സും സർവീസസും അവൈലബിൾ ആകും. അപ്പോൾ അതാണ് പ്ലേസ് യൂട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ടൈം യൂട്ടിലിറ്റിയാണ്. ടൈം യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കറക്റ്റ് സമയത്ത് ഒരു പ്രൊഡക്റ്റോ സർവീസോ അവൈലബിൾ ആവുക എന്നുള്ളതാണ്. അങ്ങനെ ടൈം യൂട്ടിലിറ്റി കിട്ടണമെങ്കിൽ അവിടെ സ്റ്റോറേജ്, അതായത് സ്റ്റോക്ക് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത്, കൃത്യസമയത്ത്, റൈറ്റ് ടൈമിൽ അത് നമുക്ക് ലഭ്യമാകും. അപ്പോൾ അങ്ങനെ ടൈം യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ്. അതേപോലെ എക്സ്ചേഞ്ച് ക്രിയേറ്റ്സ് പൊസഷൻ യൂട്ടിലിറ്റി. അതായത് പൊസഷൻ യൂട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് കൈവശം വെക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റാണ്. അപ്പോൾ എക്സ്ചേഞ്ചിലൂടെ ആ പൊസഷൻ യൂട്ടിലിറ്റിയും സാധ്യമാകുന്നു. ദെൻ അടുത്ത ഒരു അഡ്വാൻറ്റേജസ് ആണ് റെഡ്യൂസസ് കോസ്റ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മാർക്കറ്റിംഗ് വ്യാപകമാകുന്നതോടുകൂടി ഉൽപ്പന്നങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സുകൾ കിട്ടുകയും അതോടൊപ്പം തന്നെ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. മറ്റൊന്ന് സോൾവ് സോഷ്യൽ പ്രോബ്ലംസ് എന്നുള്ളതാണ്. ഇവിടെ നോക്കുക, മാർക്കറ്റിംഗ് ക്രിയേറ്റ് സോഷ്യൽ അവയർനെസ് അമംഗ് പീപ്പിൾ. ഒരു പൊതുവായിട്ടുള്ള ഒരു അവയർനെസ് ജനങ്ങളിൽ ഉണ്ടാകും. കാരണം ഡിഫറെൻ്റ് അഡ്വർടൈസ്മെൻറ്റുകൾ ആളുകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചും ഇക്കോളജിക്കൽ ബാലൻസിനെ കുറിച്ചും പൊല്യൂഷൻ നിയന്ത്രിക്കേണ്ടതിനെക്കുറിച്ചും കൺസ്യൂമേഴ്സിൻ്റെ ഹെൽത്ത് സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ ജനങ്ങൾ, അതല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അവയർനെസ് ഉണ്ടാവും. ആറാമത്തത് മേക്സ് ലൈഫ് ഈസിയർ. Marketing meets the changing needs and aspirations of people by providing goods of their choice at comfortable prices and places. അതായത് ആളുകൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്ട്സുകൾ,
അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള വിലയിലും സ്ഥലങ്ങളിലും നൽകിക്കൊണ്ട് മാർക്കറ്റിംഗ് ആളുകളുടെ മാറുന്ന ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നിറവേറ്റുന്നു. ഇങ്ങനെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നത് കൊണ്ട് തന്നെ ലൈഫ് ഈസി ആകുന്നു എന്നതാണ്. ഇതൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം. ഇനി ഏഴാമത്തത് എൻറിച്ചസ് സൊസൈറ്റി എന്നതാണ്. അതായത് പല സ്ഥാപനങ്ങളും അവരുടെ ജീവനക്കാരെ കമ്മ്യൂണിറ്റിക്ക് വളരെയധികം പ്രയോജനകരമായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാനും അതേപോലെ തന്നെ മറ്റു സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിക്ഷേപിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് സൊസൈറ്റിക്ക് ഒരു ഗുണമാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സുകളാണ് മാർക്കറ്റിംഗ് കൊണ്ട് സൊസൈറ്റിക്കുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കമ്പനിക്ക് എന്തെല്ലാം അഡ്വാൻറ്റേജസുകളാണുള്ളത് എന്ന് നോക്കാം. ഇവിടെ ഹെൽപ്സ് റവന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഇൻകം ജനറേഷൻ എന്ന് നമുക്ക് പറയാം. അതായത് ഒരു പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യാതെ, ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാതെ ഒരിക്കലും അവിടെ ഇൻകം നേടിക്കൊണ്ട് സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിംഗ് എന്നത് വളരെ അത്യാവശ്യമാണ്. എന്തിന്? റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഹെൽപ്സ് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് സ്ട്രാറ്റജീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടും പ്ലാനിങ് തയ്യാറാക്കാനുമൊക്കെ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ മൂന്നാമത്തത് ഹെൽപ്സ് ഇൻ ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കസ്റ്റമേഴ്സിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള മിനിമം കോസ്റ്റിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഐഡൻറ്റിഫൈ ചെയ്ത് എങ്ങനെ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂഷന് വേണ്ടി മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ നാലാമത്തത് ഹെൽപ്സ് ഇൻ എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷനാണ്. അതായത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാർക്കറ്റിംഗ് ഉള്ളതുകൊണ്ട് ടോപ്പ് മാനേജ്മെൻറ്റിന് ലഭ്യമാകുന്നു. അവിടെ ഡിമാൻഡിൻ്റെ ഒരു സ്വഭാവം, ഇപ്പോൾ നിലവിൽ മാർക്കറ്റിലുള്ള ഡിമാൻഡ് എങ്ങനെയാണ് എന്നൊക്കെ മാനേജ്മെൻറ്റിന് മനസ്സിലാക്കാൻ ഹെൽപ്പാവുന്നു, സഹായകരമാകുന്നു. ദെൻ അഞ്ചാമത്തത് ഹെൽപ്സ് അഡാപ്റ്റ് ടു ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. അതായത് മാർക്കറ്റിംഗ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനെക്കുറിച്ചുള്ള? അബൌട്ട് ദ ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകളെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഹെൽപ്സ് ടു മേക്ക് ന്യൂ പ്രൊഡക്ട്സ് ഓർ ചേഞ്ചസ് ഇൻ ദ എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള പ്രൊഡക്ട്സുകളിൽ മാറ്റം വരുത്താനും അതേപോലെ പുതിയ പ്രൊഡക്ട്സുകൾ നിർമ്മിക്കാനും ഇത് സഹായകരമാകുന്നു. ദെൻ ആറാമത്തത് എക്സ്പാൻസ് ഗ്ലോബൽ പ്രസൻസ് എന്നുള്ളതാണ്. Today, many firms such as Honda, Sony, Coca-Cola operates in almost all countries. This is made possible through marketing. തീർച്ചയായിട്ടും നെസ്ല, കൊക്കോകോള പോലുള്ള വൻകിട കമ്പനികൾ ലോകത്തെ മിക്ക രാജ്യങ്ങളിലും ബിസിനസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് അവർ എത്തിപ്പെട്ടത് മാർക്കറ്റിങ്ങിലൂടെയാണ്. സോ കമ്പനികൾക്കൊക്കെ മാർക്കറ്റിങ്ങിലൂടെ ഗ്ലോബൽ പ്രസൻസ് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സുകളാണ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസുകളാണ് മാർക്കറ്റിംഗ് കൊണ്ട് കമ്പനികൾക്കുള്ളത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു കൺസ്യൂമേഴ്സിനുള്ള അഡ്വാൻറ്റേജസുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതുമായത് പ്രൊവൈഡിങ് ക്വാളിറ്റി പ്രൊഡക്ട്സ് തന്നെയാണ്. കാരണം കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും കൂടുതൽ ഇന്നോവേഷൻസുകളും നടക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിംഗ് ഉള്ളതുകൊണ്ട് കൺസ്യൂമേഴ്സിന് ബെറ്റർ ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സുകൾ ലഭ്യമാകുന്നു. രണ്ടാമത്തത് പ്രൊവൈഡ്സ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആണ്. കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം മാർക്കറ്റ്സിൽ നിന്നും ലഭ്യമാകുന്ന ഇൻഫർമേഷൻ അനുസരിച്ചുകൊണ്ട് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡ്യൂസ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ്. കാരണം ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ധാരാളം വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സുകൾ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് അവൈലബിൾ ആകുന്നു കൺസ്യൂമേഴ്സിന്. മൂന്നാമത്തത് ഇംപ്രൂവ്സ് നോളജ് ഓഫ് കൺസ്യൂമേഴ്സ്. മാർക്കറ്റിംഗ് വന്നതോടുകൂടി വ്യാപകമായതോടുകൂടി എല്ലാ പ്രൊഡക്ട്സുകളെക്കുറിച്ചുമൊക്കെയുള്ള ഇൻഫർമേഷൻസ് വേരിയസ് മീഡിയാസിലൂടെ നമുക്ക് ലഭ്യമാകുന്നു. മീഡിയകളിലൂടെ TV, ന്യൂസ് പേപ്പർ, മാഗസിൻസ് പോലുള്ള മീഡിയകളിലൂടെ പ്രൊഡക്ട്സ് ഇൻഫർമേഷൻസ് ലഭ്യമാകുന്നു. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ നോളജ് വർദ്ധിക്കും. അവർ പ്രൊഡക്റ്റുകളെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും, നെയിമും സൈസും പ്രൈസും ഡിഫറെൻറ്റ് സ്കീംസുകളെക്കുറിച്ചും ഒക്കെ നേരത്തെ മനസ്സിലാക്കുന്നു. ഇങ്ങനെ നോളജ് ഉള്ളവരായി മാറുന്നു. ഇത്
കൺസ്യൂമേഴ്സിനുള്ള മറ്റൊരു അഡ്വാൻറ്റേജസ് ആണ്. ദെൻ നാലാമത്തത് ഹെൽപ്സ് ഇൻ സെലക്ഷൻ ആണ്. മാർക്കറ്റിംഗ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനിലും കളേഴ്സിലും പ്രൈസസിലും ഒക്കെ പ്രൊഡക്ട്സ് അവൈലബിൾ ആകുന്നു. അതുകൊണ്ട് ധാരാളം സെലക്ഷൻ കൺസ്യൂമേഴ്സിന് ഉണ്ടാകുന്നു. ഇത് മറ്റൊരു അഡ്വാൻറ്റേജസ് ആണ്. ദെൻ അഞ്ചാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. മാർക്കറ്റിങ്ങിൻ്റെ ഇപ്പോഴത്തെ ഗോൾ എന്ന് പറയുന്നത് തന്നെ, ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതുകൊണ്ട് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രൊഡക്ട്സുകൾ അവരുടെ നീഡ്സും വാണ്ട്സും അനുസരിച്ച് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നു. ദെൻ ഇത്രയുമാണ് മാർക്കറ്റിംഗ് കൊണ്ട് കൺസ്യൂമേഴ്സിന് ലഭിക്കുന്ന ഇമ്പോർട്ടൻസുകൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് ഉള്ള അഡ്വാൻറ്റേജസുകൾ എന്ന് പറയുന്നത്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു ഇക്കോണമി. നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് മാർക്കറ്റിംഗ് കൊണ്ട് ലഭ്യമാകുന്നത്? ഇവിടെ നോക്കുക, സേവ്സ് ഇക്കോണമി ഫ്രം ഡിപ്രഷൻ. അപ്പോൾ ഇവിടെ പറയുന്ന പോയിന്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനിയുടെ നിലവിലുള്ള ശേഷി മാർക്കറ്റിങ്ങിന് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തും. അപ്പോൾ മാർക്കറ്റിങ്ങിലൂടെ നിലവിലുള്ള ശേഷി പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഡിപ്രഷൻ എന്ന സ്റ്റേജിലാണ് ഇക്കോണമി ഉള്ളതെന്ന് കരുതുക, വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിലാണുള്ളതെന്ന് കരുതുക. ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് ഇക്കോണമിയെ സേവ് ചെയ്യാൻ വേണ്ടി പുതിയ പ്രൊഡക്ട്സുകൾ ഡെവലപ്പ് ചെയ്യുകയും അതോടൊപ്പം പുതിയ പ്രൊമോഷണൽ ടൂളുകൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട്, അഡോപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നും ഒരു ഇക്കോണമിയെ സേവ് ചെയ്യാൻ മാർക്കറ്റിംഗ് കൊണ്ട് സാധ്യമാകുന്നു. രണ്ടാമത്തത് ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം. മാർക്കറ്റിംഗ് ധാരാളം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് സ്വാഭാവികമായും ജനങ്ങളുടെ ഇൻകം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം മാർക്കറ്റ്സ് എക്സ്പാൻഡ് ചെയ്യാൻ കാരണമാവുകയും ചെയ്യും, വളരാൻ കാരണമാകും. അങ്ങനെ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകും, കൂടുതൽ കൺസംഷൻ ഉണ്ടാകും. ഇവ വർദ്ധിക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി നാഷണൽ ഇൻകവും കൂടും. ദെൻ മൂന്നാമത്തത് ഇക്കണോമിക് ഗ്രോത്ത് ആണ്. അതായത് യൂസ്ഫുള്ളായ പ്രൊഡക്ട്സുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും സമൂഹത്തിൻ്റെ കൺസംഷൻ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വളരെ സ്കാർസ് ആയിട്ടുള്ള വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിനെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എക്കണോമിക് സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. അങ്ങനെ ഇക്കണോമിക് ഗ്രോത്ത് സാധ്യമാകുന്നു എന്നതാണ് മാർക്കറ്റിംഗ് ഫെസിലിറ്റേറ്റ്സ് ഇക്കണോമിക് ഗ്രോത്ത്. ദെൻ നാലാമത്തത് ഫ്ലോയിങ് ബാക്ക് ഓഫ് റിസോഴ്സസ് എന്നതാണ്. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗ് ഇക്കണോമിക് സിസ്റ്റത്തിലേക്ക് തന്നെ തിരികെ എത്തിക്കുന്ന റിസോഴ്സസുകൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രാജ്യത്തിൻ്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം. ഫോർ എക്സാമ്പിൾ, ഗവൺമെൻറ് കളക്ട്സ് ടാക്സസ്. ഗവൺമെൻറ് ടാക്സസുകൾ കളക്ട് ചെയ്യുന്നു, ബിസിനസ് ഓർഗനൈസേഷൻസിൽ നിന്നുമൊക്കെ ടാക്സസ് കളക്ട് ചെയ്തിട്ട് ഇത് പിന്നീട് തിരികെ ഫ്ലോയിങ് ബാക്ക് അല്ലെങ്കിൽ തിരികെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിൽ തന്നെ ഗവൺമെൻറ് അത് വീണ്ടും എത്തിക്കുന്നു, അല്ലേ? ടാക്സൊക്കെ പിരിച്ചെടുത്തിട്ട് അത് വീണ്ടും രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയല്ലേ ചിലവഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അത് തിരികെ എത്തുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ ഉള്ള റിസോഴ്സസുകൾ ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ള ടോപ്പിക്ക് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാർക്കറ്റിംഗ് എന്താണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പറയേണ്ടത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്താണ് എന്നതാണ്. സ്വാഭാവികമായും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യുന്നതിനെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് വിളിച്ചൂടെ? അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നോക്കുക. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് സിംപ്ലി മീൻസ് ദ മാനേജ്മെൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്കതിനെ പറയാൻ പറ്റുക. So, it is the application of management tools and techniques in the efficient utilization of available marketing resources. It involves planning, implementation and control of marketing programs included in the process of marketing. അതായത് ലഭ്യമായ മാർക്കറ്റിംഗ് റിസോഴ്സസിൻ്റെ കാര്യക്ഷമമായ വിനിയോഗത്തിന് മാനേജ്മെൻറ്റ് ടൂൾസിൻ്റെയും ടെക്നിക്സിൻ്റെയും ഉപയോഗമാണിത്. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റ് ടൂൾസും ടെക്നിക്സുകളും ഉപയോഗിച്ചുകൊണ്ടാണ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് പ്രോസസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മാർക്കറ്റിംഗ് പ്രോഗ്രാംസുകളുടെ എല്ലാം പ്ലാനിങ്ങും
ഇംപ്ലിമെൻറ്റേഷനും കൺട്രോളും അതേപോലെ ഇവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ സിംപ്ലി നമുക്ക് എങ്ങനെ പറയാം? മാനേജ്മെൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഈസ് കോൾഡ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഈസ് കോൾഡ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. ദെൻ കോട്ട്ലറുടെ ഒരു ഡെഫിനിഷനും കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. ഇനി മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ചില പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സുകൾ നമുക്കൊന്ന് നോക്കാം. ആസ് എ മാനേജീരിയൽ ഫങ്ഷൻ, ഇറ്റ് ഈസ് മാനേജീരിയൽ ഫങ്ഷൻ എന്നതാണ് ഒന്നാമത്തത്. മാനേജീരിയൽ ഫങ്ഷൻ എന്ന് പറയാനുള്ള കാരണം എന്താ? ഇവിടെ അനാലിസിസും പ്ലാനിങ്ങും ഇംപ്ലിമെൻറ്റേഷനും കൺട്രോളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യുന്നത് കൊണ്ടാണ് മാനേജീരിയൽ ഫങ്ഷൻ എന്ന് ഒന്നാമത്തെ പ്രത്യേകത കൊടുത്തത്. 2 ഗോൾ ഓറിയൻറ്റഡ് ആണ്. തീർച്ചയായിട്ടും ഇതൊരു പർപ്പസീവ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് റവന്യൂ ബിസിനസ്സിന് വേണ്ടി ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറയാനുള്ള കാരണം. മൂന്നാമത്തത് ഡിറ്റർമൈനിങ് അപ്രോപ്രിയേറ്റ് മാർക്കറ്റിംഗ് മിക്സ് ആണ്. അതായത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഉചിതമായിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സ് നിർണ്ണയിക്കുന്നുണ്ട്, അല്ലേ? ഒരു സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സ് ഏറ്റവും ഉചിതമായ രൂപത്തിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നു. സോ ഇവിടെ പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ, പ്രൊമോഷൻ, പ്രൈസ് എന്നിവ ശരിയായ രീതിയിൽ കമ്പൈൻ ചെയ്യുകയും അതേപോലെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രൊഡക്ട്സ് കൺസ്യൂമേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഡിറ്റർമൈനിങ് അപ്രോപ്രിയേറ്റ് മാർക്കറ്റിംഗ് മിക്സ് എന്ന പ്രത്യേകത എന്ന് പറയാൻ കാരണം. ഇത് നാലാമത്തത് എന്താണ്? സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ സവിശേഷമായ ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ഹൈലി സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻ. ദാറ്റ് മീൻസ് എഫിഷ്യൻറ്റ് ഹാൻഡ്ലിംഗ് ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് റിക്വയർ സ്പെഷ്യലൈസ്ഡ് നോളജ് ഓഫ് മാർക്കറ്റ്സ്. അപ്പോൾ വളരെ കാര്യക്ഷമമായിട്ട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഈ സ്പെഷ്യലൈസ്ഡ് നോളജ് ആവശ്യമാണ്. എന്തിനെക്കുറിച്ചൊക്കെ ഉള്ളത്? മാർക്കറ്റ്സിനെ കുറിച്ചും പ്രൊഡക്ട്സിനെ കുറിച്ചും കൺസ്യൂമേഴ്സിനെ കുറിച്ചും ടേസ്റ്റ് ആൻഡ് ബിഹേവിയറിനെയും ഗവൺമെൻറ് പോളിസിയെക്കുറിച്ചും എല്ലാമുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത് സ്പെഷ്യലൈസ്ഡ് ഫങ്ഷനാണ് എന്ന് പറയാനുള്ള കാരണം. ദെൻ അഞ്ചാമത്തത് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഇൻ ആക്ഷൻ. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നാൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഇൻ ആക്ഷൻ എന്നാണ് അർത്ഥമാക്കുന്നത് ശരിക്കും. അപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ പെടുന്നുണ്ട്. അപ്പോൾ ശേഷം കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്നത് വരെ ഇത് ഉൾപ്പെടുന്നു. അപ്പോൾ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഇൻ ആക്ഷൻ എന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നാൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഇൻ ആക്ഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ആറാമത്തത് യൂണിവേഴ്സൽ ഫങ്ഷൻ എന്നതാണ്. അപ്പം മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഈസ് എ വൈറ്റൽ ഫങ്ഷൻ ഇൻ ബോത്ത് പ്രോഫിറ്റ് സീക്കിംഗ് ആൻഡ് നോൺ പ്രോഫിറ്റ് സീക്കിംഗ് ഓർഗനൈസേഷൻ. അപ്പോൾ ലാഭമുണ്ടാക്കുന്ന സ്ഥാപനങ്ങളായിക്കോട്ടെ, മറ്റു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഏത് തന്നെ ഓർഗനൈസേഷൻ ആണെങ്കിലും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇതൊരു യൂണിവേഴ്സൽ ഫങ്ഷൻ ആണ് എന്ന് പറയാനുള്ള കാരണം. ദെൻ ഇത്രയുമാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ടാസ്ക്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ടാസ്കുകളിൽ ഒന്നാമത്തത് കൺവേർഷണൽ മാർക്കറ്റിംഗ് ആണ്. ഇവിടെ ദ ടാസ്ക് ഈസ് നീഡഡ് വെൻ ദർ ഈസ് എ നെഗറ്റീവ് ഡിമാൻഡ്. ഒരു നെഗറ്റീവ് ഡിമാൻഡ് പ്രത്യക്ഷമാകുമ്പോഴാണ് ഇവിടെ ഈ ഒരു ടാസ്ക് ആവശ്യമായി വരുന്നത്. അപ്പോൾ നെഗറ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ഡിമാൻഡ് എക്സിസ്റ്റ് വെൻ മെജോറിറ്റി ഓഫ് കൺസ്യൂമേഴ്സ് ഡിസ്ലൈക്ക് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സർവീസോ മെജോറിറ്റി ഓഫ് കൺസ്യൂമേഴ്സും ഡിസ്ലൈക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ ഈ കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അവിടെ നെഗറ്റീവ് ഡിമാൻഡ് ആണെന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു ഉദാഹരണമായിട്ട് പറയാം. വെജിറ്റേറിയൻ കഴിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം മാംസഭക്ഷണത്തിന് ഒരു നെഗറ്റീവ് ഡിമാൻഡ് ഉണ്ടാവും, അവർക്കത് ഇഷ്ടമുണ്ടാവില്ല. സോ ഹിയർ ഇവിടെ ദ ചാലഞ്ച് ഫോർ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഈസ് ടു ഡെവലപ്പ് എ പ്ലാൻ ഓർ സ്ട്രാറ്റജി ദാറ്റ് വിൽ ട്രൈ ടു കൺവേർട്ട് ദ നെഗറ്റീവ് ഡിമാൻഡ് ഇൻ ടു പോസിറ്റീവ് വൺ.
അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ഇതൊരു ഉദാഹരണം മാത്രമാണ്, വേറെ പല സാഹചര്യങ്ങളിലും ഇങ്ങനെ ഉണ്ടാവാം. ഇങ്ങനെ കൺസ്യൂമേഴ്സിന് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനോട് നെഗറ്റീവ് ഡിമാൻഡ് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെയെങ്കിൽ അവിടെ ഈ നെഗറ്റീവ് ഡിമാൻഡിനെ പോസിറ്റീവ് ഡിമാൻഡാക്കി മാറ്റാനുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ, പ്ലാനുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് കൺവേർഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ദ മാർക്കറ്റിംഗ് നീഡഡ് ഫോർ ദിസ് ഈസ് നോൺ ആസ് കൺവേർഷണൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഇതിനെയാണ് കൺവേർഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്, ഇത് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ രണ്ടാമത്തത് ഡെവലപ്മെൻറ്റൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഈ ടാസ്ക്, ഡെവലപ്മെൻറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ടാസ്ക് ആവശ്യമായി വരുന്നത് എപ്പോഴാണ്? ഒരു ലേറ്റൻറ്റ് ഡിമാൻഡ് ഉള്ളപ്പോഴാണ്. ലേറ്റൻറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺറിയലൈസ്ഡ് ഡിമാൻഡ് എന്നാണ് അർത്ഥം. അൺറിയലൈസ്ഡ് ഡിമാൻഡ് ഒരു പ്രൊഡക്റ്റിനോ സർവീസസിനോ ഉണ്ടെങ്കിൽ, അതായത് നിലവിൽ ഇല്ലാത്ത അല്ലെങ്കിൽ നിലവിൽ ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആവാം. ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇന്ത്യൻ മോട്ടോർ കാർ ഇൻഡസ്ട്രിയിൽ ഒരു അഫോർഡബിൾ പ്രൈസിനായി അല്ലെങ്കിൽ 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ വില വരുന്ന ആ ഒരു റേഞ്ചിലുള്ള കാറുകൾ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അവിടെ അൺറിയലൈസ്ഡ് ആയിട്ടുള്ളൊരു ഡിമാൻഡ് ആയിരുന്നു. ഇവിടെ ടാറ്റ നാനോ എന്ന പേരിൽ കാറുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടെ ഒരു ലേറ്റൻറ്റ് ഡിമാൻഡ് ദൃശ്യമായപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തി. അവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഹിയർ ദ ടാസ്ക് ഈസ് ടു ട്രാൻസ്ഫോം ലേറ്റൻറ്റ് ഡിമാൻഡ് ഇൻ ടു ആക്ച്വൽ ഡിമാൻഡ്. അൺറിയലൈസ്ഡ് ആയിട്ടുള്ള ലേറ്റൻ്റ് ആയിട്ടുള്ള ഡിമാൻഡിനെ ആക്ച്വൽ ഡിമാൻഡാക്കി ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്തത്. ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്ന, അതിനായി വരുന്ന മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസാണ്, ഇതിനാവശ്യമായി വരുന്ന മാർക്കറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെൻറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതാണ് രണ്ടാമത്തെ ടാസ്ക് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ, ഡെവലപ്മെൻറ്റൽ മാർക്കറ്റിംഗ്. മൂന്നാമത്തത് റീമാർക്കറ്റിംഗ് ആണ്. റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദ ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് ഓർ സർവീസ് വിൽ ബി ഫാളിംഗ് എന്ന് കരുതുക. ഒരു പ്രൊഡക്റ്റിനോ സർവീസസിനോ ഉള്ള ഡിമാൻഡ് താഴേക്ക് പോവുകയാണ്, ഫാൾ ചെയ്യുകയാണ് എന്ന് കരുതുക. ഇവിടെ മാർക്കറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുമ്പിലുള്ള ചാലഞ്ച് എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇതിനെ പുനർജീവിപ്പിക്കാൻ അല്ലെങ്കിൽ റീവൈറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെമഡിയൽ സ്റ്റെപ്പുകൾ എടുക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഇതിനെയാണ് റീമാർക്കറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഈ അടുത്ത കാലത്തായിട്ട് ദീസ് ഡേയ്സ് ഇന്ത്യൻ കൺസ്യൂമേഴ്സ് അവരെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റ് ഫുഡിനൊക്കെയാണ് അവർക്ക് കൂടുതലും താല്പര്യം. എന്നാൽ ട്രഡീഷണൽ ഫുഡിനോട് അത്ര തന്നെ താല്പര്യമില്ല. ഇങ്ങനെ വരുമ്പോൾ ട്രഡീഷണൽ ഫുഡ് പ്രൊവൈഡേഴ്സിൻ്റെ മുമ്പിൽ അവരെന്ത് ചെയ്യണം? അവർ പുതിയ ഒരു ന്യൂ പ്രൊപ്പോസിഷൻ കണ്ടെത്തണം. എങ്ങനെ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ദേ ഷുഡ് ഹൈലൈറ്റ് ദാറ്റ് ട്രഡീഷണൽ ഫുഡ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ശരീരത്തിന് ട്രഡീഷണൽ ഫുഡ് കഴിക്കുന്നതാണ് നല്ലത്, ഹെൽത്തിന് അതാണ് നല്ലത് എന്ന രീതിയിൽ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയ ഫാസ്റ്റ് ഫുഡിൽ നിന്ന് വീണ്ടും തിരികെ ജനങ്ങൾ ട്രഡീഷണൽ ഫുഡിലേക്ക് തിരിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ഡിമാൻഡ് താഴേക്ക് പോവുകയാണെങ്കിൽ അതിനെ തിരിച്ച് ഡിമാൻഡിലേക്ക് തന്നെ പുനർജീവിപ്പിക്കാൻ ഉള്ള മാർക്കറ്റിംഗ് ടാസ്ക്കാണ് റീമാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്തായിരിക്കും ടാസ്ക്? ദ ടാസ്ക് ഓഫ് റീവൈറ്റലൈസിങ് ദ ഫാളിംഗ് ഓർ ഫാൾട്ടറിംഗ് ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ബൈ ടേക്കിംഗ് റിമഡിയൽ മെഷേഴ്സ് ഈസ് നോൺ ആസ് റീമാർക്കറ്റിംഗ്. ദെൻ നാലാമത്തത് മെയിൻ്റനൻസ് മാർക്കറ്റിംഗ് ആണ്. അതായത് ചില സമയങ്ങളിൽ ദർ ഈസ് എ ഫുൾ ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രൊഡക്റ്റിനോ സർവീസസിനോ ഫുൾ ഡിമാൻഡ് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം. കാരണം അവിടെ യഥാർത്ഥത്തിലുള്ള അവർ വിൽക്കാൻ ആഗ്രഹിക്കുന്ന വിലക്ക് തന്നെ വിൽക്കാൻ സാധിക്കുന്നു, അവരുദ്ദേശിക്കുന്ന ഡിമാൻഡ് മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഹൈ ഡിമാൻഡുള്ള സമയം, അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ നല്ല സമയമാണ്. അപ്പോൾ ഇവിടെ എന്ത് തരത്തിലുള്ള മാർക്കറ്റിംഗ് ആണ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടാസ്ക് ആണ് മാർക്കറ്റേഴ്സിന് ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും ഹിയർ ദ ടാസ്ക് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഈസ് ടു മോണിറ്റർ ദ ഡിമാൻഡ് ലെവൽ കണ്ടിന്യൂസ്ലി ആൻഡ് മെയിൻറ്റെയിൻ ഇറ്റ്. അതായത് അവിടുത്തെ ഡിമാൻഡ് ലെവൽ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുകയും
തുടർച്ചയായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ടാസ്ക്. ദിസ് ഈസ് പോസിബിൾ ത്രൂ കീപ്പിംഗ് ദ പ്രൈസ് റൈറ്റ്. അതായത് കറക്റ്റ് പ്രൈസിന് വിൽക്കുക, അതേപോലെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക, അതേപോലെ ഡീലേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക, സെയിൽസ് ഫോഴ്സ് ഉണ്ടാക്കുക, കോസ്റ്റ് നിയന്ത്രിക്കുക, ഇങ്ങനെയുള്ള സ്ട്രാറ്റജികളൊക്കെ ഉപയോഗിച്ച് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ആ ഡിമാൻഡ്, നിലവിലുള്ള ഫുൾ ഡിമാൻഡ് എന്ന സിറ്റുവേഷനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവിടുത്തെ ടാസ്ക്. അപ്പോൾ ഇങ്ങനെ ദിസ് ടാസ്ക് ഈസ് കോൾഡ് മെയിൻ്റനൻസ് മാർക്കറ്റിംഗ്. ഇതിനെയാണ് മെയിൻ്റനൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ 4 ടാസ്കുകളാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലുള്ളത്. അപ്പോൾ 4 സാഹചര്യങ്ങളിലാണ് ഈ 4 ടാസ്കുകളും ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഈ 4 ടാസ്കുകളും ഏതേത് ആണ് എന്നുള്ളതും മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.